Acuplus Interior and Electronics. കൗമാര കായിക കുതിപ്പുമായി പാലക്കാട് റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേള പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 800ഓളം താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 14 മുതൽ 16 വരെ 3 ദിവസങ്ങളിലാണ് കായികമേള നടക്കുക. ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ തലത്തിൽ, അത് കഴിഞ്ഞ് സബ് ജില്ലാ തലത്തിൽ, അത് കഴിഞ്ഞ് ഇപ്പോൾ റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകരായ പ്രസാദ് മാഷ് ഉൾപ്പെടെ പറഞ്ഞു 3000-ലധികം വരുന്ന കുട്ടികൾ ഇവിടെ 3 ദിവസമായി പങ്കെടുക്കുന്നു എന്നാണ്. ആ 3000-ലധികം വരുന്ന കുട്ടികൾ പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായുള്ള വിദ്യാലയങ്ങളിൽ നിന്ന്, സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് വിജയികളായിട്ട് വന്നവരാണെന്നർത്ഥം. ഇവരിലാണ് നമുക്കിനി പ്രതീക്ഷ. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണെന്നർത്ഥം. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പാലക്കാട് ജില്ലക്ക് അല്പം ചില പോയിന്റ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഷീൽഡ്, നമ്മുടെ കപ്പ്, അതുപോലെ തന്നെ 1ാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം. 67ാമത് കായികമേളയിൽ ജില്ലയിലെ 1000-ലധികം സ്കൂളുകളിൽ നിന്നായി 800-ലധികം കായിക താരങ്ങളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് DDE സെലീന BV പതാക ഉയർത്തി. തുടർന്ന് പി മമ്മിക്കുട്ടി MLA ദീപശിഖ അത്ലറ്റിക് ചാമ്പ്യൻ അഷിക സോണിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു. ദേശീയ പങ്കാളിത്തം GHS വട്ടനാട് സ്കൂളിലെ വിദ്യാർത്ഥി, കായിക കേരളത്തിന്റെ പ്രതീക്ഷ, തൃത്താലയുടെ പാലക്കാടിന്റെ പുതിയ പ്രതിഭ ജനനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഇതാ നമ്മുടെ കായികമേളയുടെ ദീപശിഖ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP രജീന അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെറീന, തിരുമിറ്റക്കോട് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു. 100 മുതൽ 800 മീറ്റർ റണ്ണിംഗ്, ഷോട്ട് പുട്ട്, റിലേ, ഡിസ്കസ് ത്രോ, ഹേമോ ത്രോ, വാക്ക് റേസ്, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ്, ഹഡിൽസ് തുടങ്ങിയ ഇനങ്ങളിലാണ് ആദ്യ ദിനം വാശിയേറിയ മത്സരം അരങ്ങേറിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.